ഫ്രണ്ട്സ് 3 ആഴ്ചയായിട്ടുണ്ടല്ലേ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് സൈക്കിൾ റൈഡോ ബൈക്ക് റൈഡോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ലോക്ക്ഡൗൺ ഇല്ല. പിന്നെ അതുകൊണ്ട് തന്നെ ബൈക്ക് റൈഡും ഉണ്ട് സൈക്കിൾ റൈഡും ഉണ്ട്, രണ്ടും ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ ബൈക്ക് റൈഡ് നമ്മൾ ഓൾറെഡി പിന്നെ എന്താ പറയുക തീരുമാനിച്ച് വെച്ചതാണ് വയനാട് പോകാമെന്നല്ല. അപ്പോൾ അതിൻ്റെ ബാക്കിൽ നിന്നാണ് പിന്നെ സൈക്കിൾ റൈഡ് വന്നത്. അപ്പോൾ പിന്നെ ഞാൻ അവരോട് പറയാം എനിക്ക് ബൈക്ക് റൈഡ് ഉണ്ട് വയനാട്ടിലേക്ക്, അതുകൊണ്ട് ഇന്ന് സൈക്കിൾ റൈഡിനില്ല എന്നെല്ലാം പറഞ്ഞ്. പക്ഷേ ഇന്നത്തെ നല്ല സൈക്കിൾ റൈഡാണ് കേട്ടോ. തലശ്ശേരിയിൽ നിന്നും പിന്നെ കണ്ണൂർ കാനന്നൂർ സൈക്കിൾ ക്ലബ്ബും പിന്നെ അതുപോലെ തന്നെ നമ്മളെ മാട്ടൂൽ വീൽ ഗ്യാങ് എല്ലാം കൂടി ഒരുമിച്ചുള്ള ഒരു റൈഡ് പിന്നെ പെറ്റ് സ്റ്റേഷനിലേക്ക്. ഇത് ഒന്നല്ലേ നടക്കുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ എന്താ പറയുക നമ്മൾ ആദ്യം തീരുമാനിച്ച ബൈക്ക് റൈഡ് തന്നെ ചൂസ് ചെയ്ത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. Sorry. നോക്കട്ടെ വയനാട്ടിലും പോകുമ്പോണ്ടല്ലേ ശരിക്കും കാലത്ത് തന്നെ പോകണം, എന്നാലേ നല്ല ഒരു വൈബ് കിട്ടുള്ളൂ. പക്ഷേ എനിക്ക് വെള്ളം നനയ്ക്കാറുണ്ടായി, ഞാൻ ഇന്നലെ വെള്ളം നനയ്ക്കാൻ മറന്നുപോയി. അപ്പോൾ എന്താ പറയുക കാലത്ത് എണീച്ചത് അതിന് വേണ്ടി പോയതാണ്. അപ്പോൾ ഒന്നാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക വേഗം നേരം വെളുക്കുന്നില്ലല്ലോ, ഭയങ്കര ഇരുടല്ല. 6 മണിയായാലും ഭയങ്കര ഇരുടാണ്, ജില്ലും വലിയ ഇരുടാണ്. അപ്പോൾ 6:30 ആകാണ്ട് എനിക്ക് അങ്ങോട്ട് പോകാനും കഴിയില്ല. 6:30 പോയി വെള്ളം നനച്ച് പറഞ്ഞ് എന്നിട്ട് സമയം 7 മണിയായത്, സൂര്യൻ ഉദിച്ച് വന്നു. ശരിക്കും ഈ പിന്നെ സമയമാകുമ്പോഴേക്ക് നമ്മൾ സ്ഥിരം കയറണം, എന്നാലാണ് അതിൻ്റെ കറക്റ്റുള്ള വൈബ് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് കാര്യമില്ല, നമ്മളെന്താ പറയുക ഒരു റൈഡ് പോകുന്നതല്ലോ, അത് ആസ്വദിച്ചിട്ട് വരാം. അപ്പം നേരെ നമ്മൾ ബേബീസിനെ കൂട്ടാൻ വേണ്ടി ഷെയ്ദിയും കൂടെ വരുന്നതാണ്. നോക്കും ഇന്നലെ രാത്രി ആകുമ്പോഴേക്ക് ഷെയ്ദാൻ്റെ മോക്ക് പനിയും ഛർദി, അതുകൊണ്ട് പിന്നെ അവൾ അറിയാലും കാലത്താകുമ്പോൾ എനിക്ക് എന്തായാലും ഇറങ്ങാൻ കഴിയില്ല, അപ്പോൾ നിങ്ങൾ വിട്ടോ പിന്നെ നമുക്ക് നെക്സ്റ്റ് ടൈം പോകാമെന്നാണ്. ഇത് നമ്മൾ വിചാരിച്ചു ഏതായാലും തീരുമാനിച്ചല്ലേ, കുറേ ആയി ഇതിങ്ങനെ തീരുമാനിക്കുന്നത് പോകാൻ കഴിയാണ്ടാകുന്നു. ഇങ്ങനെ വിചാരിച്ച ഏതായാലും ഇന്ന് പോയിട്ടെല്ലാം വരാം. ഇപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം പറയച്ചാൽ വയനാട് എടക്കൽ കേവിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ പോകണമെന്ന് ഷെയ്ദാക്കാണ് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, നമുക്ക് അവിടെ പോകാമെന്ന്. ഞാൻ പിന്നെ മറ്റിവിടെ പറഞ്ഞു നമ്മളെന്താ പറയുക ചെമ്പ്ര പീക്ക്. പക്ഷേ പിന്നെ നമ്മളെ ബേബിക്ക് ചെമ്പ്ര പീക്ക് കയറാൻ വേണ്ടി കഴിയുമെന്ന് തോന്നുന്നില്ല, എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ചെയ്താൽ എടക്കൽ കേവ് പോകാൻ. അപ്പം പിന്നെ നമ്മളെ ബേബിക്ക് മാത്രമേ ഇന്ന് എൻ്റെ കൂടെ ഉള്ളൂ. ബേബീസിന് മേലെ ചുവട്ടുന്നല്ല മേലെ ചുവല്ല, നമ്മൾ താലക്കുന്ന് കൂട്ടണം. എനിക്ക് ഈ ഒരു പിന്നെ അങ്ങോട്ടുള്ള പ്ലേസസ് ഉണ്ട്, ഞാൻ അങ്ങോട്ടും ഇവിടെ മാറിപ്പോകുന്നു കേട്ടോ. എത്ര അറിയാം, പക്ഷെ എന്നാലും പറയുമ്പോൾ അങ്ങോട്ടും ഇവിടെ മാറിപ്പോകും. ഞാൻ അന്ന് പിന്നെ ഇവിടെ പോകുമ്പോൾ നമ്മൾ പൂവത്തൂർ കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളന്ന് പോയില്ലേ, അപ്പം പിന്നെ മല്ലികയുടെ നാട്ടിൽ. അപ്പം ബേബിക്കാരനെ എന്നെ കൂട്ടണേ, ഞാൻ ഓക്കെ ആണ്. ഞാൻ ചാലക്കുന്ന് കഴിഞ്ഞിട്ടാണ് നിർത്തുന്നത്. ചാലക്കുന്നിൽ ബേബിക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ ബാക്കിൽ ഷെയ്ഡില്ലോണ്ട് ചെയ്ത ബേബിച്ചിനെ പിക്ക് ചെയ്തിട്ട് വന്നു. നമ്മളെ ബേബിക്ക് എത്തിയിട്ടില്ല. ഞാൻ വിളിക്കുന്നത് അങ്ങോട്ട് കൂട്ടാൻ വരണമെന്ന് ചോദിക്കാൻ വേണ്ടി. ഇത് 2ാമത്തെ ആളാ? ശരി, ആ ഓക്കെ ഓക്കെ. അപ്പൊ ഏതായാലും ബേബിച്ച് അടിപൊളി, കൊറേ കാലത്തിന് ശേഷം റൈഡ് ചെയ്ത്. അതന്നെ, ഇവിടുന്ന് കൊറേ പോവാനുണ്ട്. അതാ ഞാൻ പിന്നെ വിളിച്ച, നടന്നിട്ട് വരാൻ ബുദ്ധിമുട്ടാവൂലേ? അല്ല എന്നാൽ അല്ല പിന്നെ നമുക്ക് ഇവിടുന്ന് കൊറേ പോവാനില്ലേ? ഓക്കെ. ഇത് പള്ളിയാ? ഇത് കുരിശടിയാന്ന് തോന്നുന്നു. ഓക്കെ. നമ്മൾ ബേബിച്ച് വേണ്ട പോയടത്തുനിന്ന് തിരിച്ചു വന്ന് ഇവിടെ പ്രാർത്ഥിച്ചിട്ട് പൈസ ഇടാൻ വേണ്ടി.
അതാണ് നമ്മളെ ബേബിച്ചി. അപ്പൊ കാലത്ത് നല്ല കോട ഉണ്ടാവും, തന്നെ അതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതെ അതെ, വീടിന് ചായ പിടിക്കുന്ന അല്ലേ? വീടല്ലേ നല്ലത്. എന്താ ഉള്ളേ? വടയാന്ന് തോന്നുന്നല്ല. ഇന്നത്തെ എന്റെ ഡയറ്റിന്റെ കാര്യം തീരുമാനമായി. വാ ഏതായാലും കഴിക്കാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉണ്ടല്ല പെരിയാന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. മാനന്തവാടി എത്തണം, എത്രയാണ് കുറച്ചും കൂടി പോകാനുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു തട്ടുകട കണ്ടിട്ട് നിർത്തിയതാണ്. വീട്ടിൽ നിന്ന് കാലി ചായയും കുറിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങി കേട്ടോ. നമ്മൾ ബേബിയച്ചയ്ക്ക് വിശക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. സമയം ഇപ്പോൾ 9:30 മണിയായി, എന്നിട്ട് പോലും ബേബിയച്ചയ്ക്ക് വിശക്കുന്നില്ല. അതാണ് ബേബിയച്ചി അല്ലേ? ബേബിയച്ചി അല്ല, ആദ്യം ഓരോന്ന് കഴിക്കാം. സമൂസ അതേതാ വണ്ടി? അത് അതന്നെയാന്ന് പറയുന്നത്. എത്ര ഭയങ്കര സ്പീഡും ആ വളവിലെത്തുമ്പോ ഒന്ന് കുറക്കാൻ തോന്നൂല. ഇല്ല, ഇപ്പൊ ഇങ്ങൊന്നും അതേപോലത്തെ ഒരു സ്പീഡിലാണെന്നെങ്കിൽ അടിക്കൂ. ഓ ണ്ട് ബേബിച്ചിക്കണോ? വേണോ? നല്ല രസമുണ്ടാവും. അന്ന് നമ്മളെ സ്ലിപ്പ് തന്നില്ല. അതെ ചേച്ചി, ഇത് പിടിക്കണേ. ഓക്കെ അല്ലേ? കൂടാ ഗൈസ്, ഇവിടെ പാർക്കിങ്ങിന് 2 വീലറിന് 10 രൂപ വരുന്നത്. കാറിന്റെ റേറ്റ് എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ തൊപ്പി വാങ്ങുന്ന തരത്തിൽ ഇത് അത് മറന്നുപോയി. അപ്പൊ ഇവിടുന്ന് പാർക്കിങ്ങിന്റെ ഫീസ് കൊടുത്താൽ മാത്രമേ നമുക്ക് അകത്ത് പാർക്ക് ചെയ്യാൻ പറ്റൂലൂ. പാർക്കിംഗ് നമ്പർ 6 വെക്കാനല്ലേ പറഞ്ഞവര്. എവിടെ വെക്കാ? എല്ലാം കണക്കന്നെ തോന്നുന്നു. നിങ്ങൾ ഇറങ്ങിക്കോ. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം 11:30 മണിയായി. നമ്മൾ എടക്കൽ കേവിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ ഇവിടെ പാർക്കിങ്ങിൽ വണ്ടി വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഓരോരോ നമ്പറാണ്, 8, 6 അങ്ങനെയെല്ലാം. അപ്പോൾ 8 ആണെങ്കിൽ കുറച്ചും കൂടി താഴെയാണ്, 6 കുറച്ച് മുകളിലാണ്. ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് ഹെൽമെറ്റും പിന്നെ അതുപോലെ തന്നെ ജാക്കറ്റെല്ലാം വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം തൂക്കി പിടിച്ച് നടക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ പൈതൽമലക്ക് പോകുമ്പോൾ സൈക്കിൾ ലോക്കലെടുത്തിട്ട് പോയത്. പക്ഷേ ഇപ്രാവശ്യം എടുക്കാൻ മറന്നുപോയി. പക്ഷേ ഇവിടെ എന്തായാലും അതിനുള്ള സൗകര്യം ഇല്ലാണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ അതും കൊടുത്തിട്ട് നമ്മൾ ഇനി ഇവിടെ നിന്ന് നടക്കാനുള്ള പരിപാടിയാണ്. ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ നടക്കാനുണ്ടല്ലേ? 1 മണിക്കൂർ കയറാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാ നമ്മൾ വാങ്ങിച്ച തൊപ്പി. എന്തുണ്ട്, അടിപൊളിയല്ലേ? ഇതാ ബേബിച്ചി ഇടുന്ന തൊപ്പിയെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി വേഗം നമുക്കിത് അവിടെ കൊടുത്തിട്ട് നടക്കാൻ തുടങ്ങാം. നമ്മൾ ഫുഡെല്ലാം ഇവിടെ ഏൽപ്പിച്ച് ആദ്യം പൊറോട്ട കഴിക്കാനാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പൊറോട്ടേൻ്റെ കറി ഇതല്ലേ ഉള്ളൂ. അവിടെ പിന്നെ ഞങ്ങൾ ചിക്കൻ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഊണ് പറഞ്ഞു. നല്ല നാടൻ ഊണാന്നല്ല പറഞ്ഞത്. അപ്പോൾ ഏതായാലും 2 ഊണിനാട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് കുഞ്ഞു കടകളെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ നേരത്തെ വാങ്ങിച്ച തൊപ്പിയും പിന്നെ അതുപോലെ തേനും അങ്ങനെ എല്ലാ സാധനവും നമ്മൾ വയനാട് നിന്ന് കിട്ടുന്ന നല്ല കാപ്പിപ്പൊടിയും തേയിലപ്പൊടിയും എല്ലാം ഉണ്ട്. കിടക്കാൻ തുടങ്ങി കേട്ടോ. ഇപ്പം തന്നെ ജസ്റ്റ് കയറിയിട്ടേ ഉള്ളൂ. അപ്പം തന്നെ കിടക്കാൻ തുടങ്ങി. വേണ്ടാന്നല്ലേ? ചെങ്കുത്തായ കയറ്റാത് അല്ല, 1.5 കയറ്റ. സ്റ്റാർട്ടിങ് ആയിട്ട് എത്ര കേട്ടാ? ജസ്റ്റ് കയറിയിട്ടേ ഉള്ളേ. അപ്പോഴേക്കാണ് ക്ഷീണം പിടിക്കലേ. അത് ബേബിച്ച് ഫ്രണ്ട് ആയിട്ടല്ലേ സംസാരിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ മുമ്പ്
ഏകദേശം 10-15 വർഷം മുമ്പ്, അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ഷിറു വന്നപ്പോഴാണ് നമ്മൾ ഷിറുവിൻ്റെ ഫ്രണ്ട്സും നമ്മളെല്ലാം കൂടി വന്നത്. എന്നിട്ട് നമ്മൾ ലേഡീസ് ആരും കയറിയിട്ട, നമ്മളവിടെ കുറച്ച് കയറി അവിടെ തന്നെ ഇരുന്ന് ഇതൊരു ജെൻസ് എല്ലാം കയറിയിട്ട് വന്നതാണ്. അപ്പോൾ ഇന്ന് എന്തായാലും കയറണമെന്നുണ്ട്. അപ്പോൾ ബേബി വെച്ച് ആദ്യമായിട്ട് വരുന്നതാ? ഞാൻ മുന്നേ വന്നതാണ്. വന്നിട്ട് എല്ലാം മേലെ വരെ കയറിനാ? മേലെ വരെ കയറി ഇപ്പം കുറേ ഒരു 5-10 വർഷമായിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം 10 വർഷത്തിൻ്റെ ശേഷമാണ് ബേബി വെച്ചും വരുന്നത്. എന്തായാലും ഇവിടെ നല്ല 1.5 കയറ്റാതെ കേട്ടാ, പൈതൽമലയൊന്നും ഒന്നുമല്ലാന്ന് ഇപ്പം എനിക്ക് തോന്നുന്നല്ലേ. നമ്മളെ ബേബി വെച്ച് മോരും വെള്ളം കുടിക്കുന്നുണ്ട്. നമ്മൾ കയറുന്നതിനിടയിൽ ഇങ്ങനെ മോര് വെള്ളവും ഐസ്ക്രീം എല്ലാം ഉണ്ടാകും കേട്ടോ. ഐസ്ക്രീം പിന്നെ എനക്കും ബേബി വെച്ചിക്കൊന്നും വേണ്ട, അതുകൊണ്ട് രണ്ടാളതും പോക്കാണ്. അതുകൊണ്ട് അത് മോര് വെള്ളം കുടിക്കുന്നത്. ഇവിടുത്തെ മോരിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, അടിപൊളി മോര് കേട്ടോ. ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കുടിച്ച ഒരു ടേസ്റ്റ് ഇപ്പോഴത്തെ മോരിനൊന്നും ഒരു ടേസ്റ്റും ഇല്ല. പക്ഷെ അതെല്ലാം കിട്ടണമെങ്കിലുണ്ടല്ലോ ഇവിടെ എടക്കൽ ഗുഹയിൽ തന്നെ വരണം. എന്നിട്ട് ഈ ചേച്ചിൻ്റെ പേരെന്താ? ശ്രീദേവി. ഓക്കെ, ഈ ചേച്ചിൻ്റെ അടുത്ത് തന്നെ മോര് കുടിക്കണം കേട്ടോ, കിട്ടുക്കാച്ച അല്ലേ? ബേബി വെച്ച് എന്തെൻ്റെ അഭിപ്രായം? നമ്മളെ കണ്ണൂരൊന്നും കിട്ടില്ല അല്ലെങ്കിൽ മോര്. ഇവിടെ വേറെയും ടിക്കറ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറാൻ. അഡൾട്ടിന് 30, ചിൽഡ്രന് 20, ക്യാമറക്ക് 50, വീഡിയോ ക്യാമറ 200. ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ സ്റ്റെപ്സായി, നല്ല അടിപൊളി സ്റ്റെപ്പ് വെച്ച് കയറും. അങ്ങനെ തിരിച്ചു പോകുമ്പോഴുള്ള അവസ്ഥ ചിന്തിക്കാൻ കഴിയില്ല. ഇതാണ്ടല്ല ആരും ക്ഷീണം പിടിച്ചിരിക്കും നോക്കിയാ. ഓ ബേബിച്ചിൽ കഷ്ടപ്പെട്ട് കയറി നോക്കിയാട്ടെ. ബേബിച്ചി എന്തുണ്ട്? കയറി നമ്മള് ഗുഹേന്റെ ടോപ്പിലെത്തി. ഇനിയും പോവാനുണ്ടല്ലോ. അടുത്തതാ അതിലൂടെ മേലെ കയറണം. ബേബിച്ച് നിന്ന് ക്ഷീണിക്കുന്നുണ്ടാ? ക്ഷീണമൊന്നും ഇല്ലല്ലോ. ഓ അയ്യോ, അത് നോക്കിയാ അങ്ങ് മേലെത്തണം കേട്ടാ. ഞാൻ നേരത്തെ വിചാരിച്ചു തീർന്നിട്ടില്ല. നോക്കിയാ എന്ത് ഭംഗി. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. ഈ ഒരു സൈഡിൽ ഇങ്ങനെ പാറയുണ്ട്, പിന്നെ നല്ല 1.5 കിട്ടുക്കാച്ചി വ്യൂ ഉണ്ട്. പിന്നെ പറഞ്ഞില്ല, പിന്നെ അത് അവിടെ ഒരു ഗ്രില്ലുണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു കേവ് ഉണ്ട് എന്നാണ് പറയുന്നത്. നല്ല തണുപ്പല്ലാന്ന് പോയവർ പറയുന്നുണ്ട്. ഏതായാലും നമ്മളൊന്ന് പോയി നോക്കട്ടെ. സ്റ്റെപ്സ് ഇറങ്ങലാണ് ഏറ്റവും കഷ്ടപ്പാട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും കയറിയിട്ടുണ്ടല്ല, ഒന്നും പിന്നെ ഇതായിട്ടില്ല, ക്ഷീണം പിടിച്ചില്ല. പക്ഷെ സ്റ്റെപ്സ് കയറാൻ തുടങ്ങിയപ്പോൾ എന്ന് അറിയില്ല നല്ലോണം ക്ഷീണം പിടിക്കാൻ തുടങ്ങി. കാരണം വെച്ചാൽ ഒരു വല്ലാത്ത കുത്തനുള്ള സ്റ്റെപ്സാണ്. പക്ഷെ ഇതെല്ലാം ഇറങ്ങി സംഭവം കാണുമ്പോണ്ടല്ലോ നല്ല മനസ്സിന് കുളിർമ വരും. പിന്നെ ഇത് ഈ പാറയിൽ ഫുള്ളായിട്ട് ശിലാലിഖിതങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള പിന്നെ ലിഖിതങ്ങളാണിത്. പിന്നെ ഇത് ഇവിടെ കുറേ ഉണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ എടക്കൽ ഗുഹൻ്റെ എല്ലാ സ്ഥലവും കണ്ടു, ഒന്നും മിസ് ചെയ്തിട്ടില്ല അല്ലേ ബേബി ചേച്ചി? എല്ലാം കണ്ട്. എന്തുണ്ട് അടിപൊളിയല്ലേ? സൂപ്പർ. ഇങ്ങനെ കയറി അവിടെ എത്തുമ്പോൾ ഒന്നും കാണാനില്ല എന്നൊന്നല്ല, പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് അതാണ് കിടക്കാച്ചി. ഞാൻ നോക്കി ഇറങ്ങട്ടെ. കയറുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായി പക്ഷെ ആദ്യമൊന്നും ഇല്ലേ. പിന്നെ ഈ ഒരു സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയപ്പോൾ ആണ് കുറച്ച് ബുദ്ധിമുട്ട്. അതെന്ന് കുത്തനുള്ളൊരു സ്റ്റെപ്പാണ്. ഇനിയിപ്പോൾ പിന്നെ ഫുള്ളായിട്ട് ഇറങ്ങണം. പക്ഷെ നല്ല തിരക്കുണ്ടല്ലോ ഇവിടെ, നല്ല റഷാണ്. മുകളിൽ നിന്ന് ബ്ലോഗിനെ ചെയ്യാൻ കഴിയില്ല, അത്രയും റഷാണ്. തിരിച്ചിറങ്ങുമ്പോണ്ടല്ലോ നല്ല സുഖമുണ്ട്. അങ്ങനെ എഫേർട്ട് കൊടുക്കേണ്ടതൊന്നും വരുന്നില്ല. പക്ഷെ ഉണ്ടല്ലോ കാലിങ്ങനെ വിറക്കുന്നു. നേരത്തെ ബേബി ചോറാൻ്റെ കാല് കരക്കേറ്റ് നിൽക്കുന്നില്ല, കള്ളുപിടിച്ച പോലെ ഉണ്ട്. അത് കഴിഞ്ഞ പറഞ്ഞ ഞാനും ബേബി ഒരുമിച്ചാന്ന് പറയാൻ പോന്നെ. എന്താ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ അത് കള്ളുപിടിച്ച് കഴിയുമ്പോൾ? എനിക്ക് നടന്നുകൊണ്ട് പോകുമ്പോൾ പ്രശ്നമില്ല, ഒന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുമ്പോണ്ടാവും കാലിങ്ങനെ അടിക്കളിക്കുന്നു. അങ്ങനെ നമ്മൾ നടന്നാണ് ഹോട്ടലെത്തി കേട്ടോ. അപ്പോൾ പോകുമ്പോൾ ചോറ് എടുപ്പിച്ചുകൊണ്ട് രാത്രി ചോറെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. എന്തെല്ലാം ഐറ്റംസ് നോക്കിയേ: തൈര്, ക്യാബേജ് തോരൻ, കൂട്ടുകറി, പച്ചടി, അച്ചാറ്, സാമ്പാർ. കുറച്ച് കഷ്ണം വേണ്ടേ? മതി. ഇനി ഏതായാലും നമ്മളിത് വേഗം കഴിക്കട്ടെ. എവിടാ? ഓ പക്ഷെ എന്താ പറയാ, നമ്മളടുത്ത് ഇവിടെ കണ്ണൂരെത്തുമ്പോഴേക്കാണ് ബ്ലോക്ക് തുടങ്ങിയത്.
ഇത്രയും സമയം ബ്ലോക്കില്ലാണ്ടല്ലേ വന്നേ? ഓ ഇനിയിപ്പോ ഞാൻ എത്ര മണിക്ക് എത്തണമെന്നറിയില്ല. ഇപ്പൊ ഇടത്തുമ്പോ തന്നെ 6 മണിയായി. ഇനിയിപ്പോ അവിടെ വീട്ടിലെത്തുമ്പോ എത്ര മണിയാകലെന്നറിയില്ല. നമ്മളെ ബീച്ചിന്റെ സ്ഥലമെത്താനായി പോയി എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴേക്ക് എന്നെ ബ്ലോക്കുകൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര ബ്ലോക്ക് തന്നെ വെച്ചാ കണ്ണൂര്. ഈ ഞായറാഴ്ച ആയാലും ഭയങ്കര തിരക്ക് തന്നെയല്ല. പയ്യാമ്പലയിൽ പോയിട്ടുണ്ടെന്നുണ്ടല്ലോ, പാർക്ക് ബൈക്ക് വരെ പാർക്ക് ചെയ്യാൻ കഴിയില്ല, അത്രയും തിരക്കായിരിക്കും. നിങ്ങൾ പോവോ? ഞാൻ അങ്ങോട്ടാക്കണ്ട. എന്നാ ഓക്കെ, എന്നാ പിന്നെ ഓക്കെ, വീണ്ടും സന്ധിക്കും വരെ വണക്കം. ഓക്കെ ബൈ. ഓക്കെ, ആ ശരി. പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ ബൈ.